ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം ജനങ്ങളുടെ പങ്കാളിത്തമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ റംസാൻ വ്രതാരംഭം മറ്റന്നാൾ മുതൽ. കോഴിക്കോട് പാളയത്ത് സ്വകാര്യ വസ്ത്രവ്യാപാരശാലയിൽ വൻ തീപിടുത്തം. തീ കെടുത്താൻ ശ്രമം തുടരുന്നു. ICC T20 ലോകകപ്പിൽ നേപ്പാൾ സ്കോട്ട്ലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നാവികസേനയുടെ കരുത്തും സമുദ്രത്തിലെ കഴിവുകളും പ്രകടിപ്പിക്കുന്ന രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിശാഖപട്ടണത്തെത്തി. ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൽ നസീർ, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. നാളെയാണ് രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂ. ഇന്ത്യ ഫ്രാൻസ് നൂതനത്വ വർഷത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ജനങ്ങളുടെ പങ്കാളിത്തമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബോംബെ ലോക്ഭവനിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചർച്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. भारत और फ्रांस के संबंध बहुत ही विशेष है. फ्रांस भारत के सबसे पुराने स्ट्रेटेजिक पार्टनर्स में से एक है और प्रेसिडेंट मैक्रो के साथ मिलकर हमने इस स्ट्रेटेजिक पार्टनरशिप को अभूतपूर्व गहराई और ऊर्जा दी है. इस विश्वास और साझा विजन के आधार पर आज हम अपने संबंधों को स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप के रूप में स्थापित कर रहे हैं. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഒപ്പമുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത 2 വർഷങ്ങളിൽ നിർമ്മിത ബുദ്ധി രംഗത്ത് $200 ബില്യണിലേറെ നിക്ഷേപമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയോടനുബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുത്തൻ സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ നൈപുണ്യമുള്ളവരെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കർഷകരെ ശാക്തീകരിക്കുന്നതിനും സാമ്പത്തികമായി കരുത്തുറ്റവരാക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നിരന്തരം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജയ്പൂരിൽ കർഷകർക്കായുള്ള ഡിജിറ്റൽ സഹായി ഭാരത് വിസ്താർ പുറത്തിറക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനും സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഇന്ത്യ-US വ്യാപാര കരാറിൽ കർഷകരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും കൃഷിമന്ത്രി പറഞ്ഞു. എയർബസ് H125 ഹെലികോപ്റ്ററുകളുടെ ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന കേന്ദ്രം കർണാടകത്തിലെ വെമഗലിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വോഡ്രിൻ എന്നിവർ സംയുക്തമായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ചടങ്ങിൽ പങ്കെടുത്തു. 1000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധാരാളം തൊഴിലവസരങ്ങളും ലഭ്യമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് പാളയത്ത് കല്ലായി റോഡിൽ സ്വകാര്യ വസ്ത്ര വ്യാപാരശാലയിൽ വൻ തീപിടുത്തം. ആളപായമില്ല. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ കേരളത്തിൽ റംസാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ഉപരാഷ്ട്രപതി ഭവനിൽ ഭാരതരത്ന കർപ്പൂരി താക്കൂറിന് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചന നടത്തി. സാമൂഹിക നീതി, പിന്നാക്കക്കാരുടെ ശാക്തീകരണം, പൊതുസേവനം എന്നിവയ്ക്കായി തന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച യഥാർത്ഥ ജനനായകനാണ് കർപ്പൂരി താക്കൂർ എന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവുകൾ തിരുത്തി പുതിയ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ലെന്നും റിപ്പോർട്ടിൽ കൂടുതൽ കൃത്യത വരാനുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങൾക്കും കാരണം ഓഡിറ്ററുടെ പിഴവല്ലെന്നും മറിച്ച് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചയാണെന്നും ശ്രീ K. ജയകുമാർ വ്യക്തമാക്കി. ഓഡിറ്ററുമായി കൃത്യമായ ആശയവിനിമയം നടന്നില്ല. 10 ദിവസത്തിനകം വ്യക്തത വരുത്തി ഓഡിറ്ററെ അറിയിക്കും. വസ്തുതാപരമായ പിശകുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10-12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾക്ക് തുടക്കമായി. 46 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പുതിയ രീതി പ്രകാരം വർഷത്തിൽ 2 തവണ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച CBSE വ്യക്തത വരുത്തി. ആദ്യ പരീക്ഷയിൽ കുറഞ്ഞത് 3 വിഷയമെങ്കിലും എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്ന് ബോർഡ് അറിയിച്ചു.
ഒന്നാം പരീക്ഷ വിജയിച്ചവർക്ക് മാർക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ രണ്ടാമത് പരീക്ഷ എഴുതാനാകുമെന്നും CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ദേശീയപാതകളിൽ തേനീച്ച ഇടനാഴികൾ അഥവാ ബി കോറിഡോർ വികസിപ്പിക്കുന്നതിനുള്ള ആദ്യ സംരംഭം പ്രഖ്യാപിച്ച ദേശീയപാത അതോറിറ്റി. പൂക്കളുള്ള മരങ്ങളും ചെടികളും ഉൾപ്പെടുത്തി വർഷം മുഴുവൻ തേനിന്റെയും പൂമ്പടിയുടെയും ലഭ്യത ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒരു റിപ്പോർട്ട്. അലങ്കാരത്തോട്ടങ്ങളിൽ നിന്ന് പരിസ്ഥിതി സൌഹൃദ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ രീതിയിലേക്കുള്ള മാറ്റമാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ദേശീയപാതകളുടെ സമീപത്ത് വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പ്രവർത്തനങ്ങൾ പരാഗണത്തിന് മികച്ച അവസരമാണ്. തേനീച്ചകൾക്ക് അനുകൂലമായ പരിസ്ഥിതി ഒരുക്കാൻ ഇത് സഹായിക്കും. ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചും പൂവിടുന്ന കളകളെ വിരിയാൻ അനുവദിച്ചുമുള്ള സംരംഭമാണ് ബി കോറിഡോർ. കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങളും പ്രാദേശികമായ അനുകൂല ഘടകങ്ങളും സംയോജിക്കുന്ന ഇത്തരം ഇടനാഴികൾ ദേശീയപാത ഭാഗങ്ങളിലും NHAIയുടെ കീഴിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കും. 2026-27 കാലയളവിൽ കുറഞ്ഞത് 3 ഇടനാഴികളെങ്കിലും വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ICC T20 ലോകകപ്പിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്നത്തെ 3-ാം മത്സരത്തിൽ നേപ്പാളും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സ്കോട്ട്ലൻഡ് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ ന്യൂസിലൻഡ് 8 വിക്കറ്റിന് വിജയിച്ചു. കാനഡ ഉയർത്തിയ 174 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് നഷ്ടത്തിൽ 29 പന്ത് ബാക്കി നിൽക്കെ ന്യൂസിലൻഡ് മറികടന്നു. ശ്രീലങ്കയിൽ നടക്കാനിരുന്ന അയർലൻഡ് സിംബാബ്വെ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മീനമാസ പൂജകൾക്കായി അടുത്ത മാസം 14-നാണ് നട തുറക്കുക. ശബരിമല ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാട് സുപ്രീംകോടതിയിൽ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പ് നൽകിയിരുന്ന സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം അദ്ദേഹം ആവശ്യപ്പെട്ടു. നവകേരള സർവേ നടത്തുന്നതിനുള്ള കേരള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൌമൻ സെൻ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സർവേ നടത്തുന്നതെന്നും പൊതുഖജനാവിൽ നിന്ന് പണം ദുരുപയോഗം ചെയ്യുകയാണെന്നും പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ഹർജി തള്ളി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ജില്ലാ സെഷൻസ് കോടതി ശരിവച്ചു. ഇതോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കേസിൽ 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ശക്തമായ നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം ജനങ്ങളുടെ പങ്കാളിത്തമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ റംസാൻ വ്രതാരംഭം മറ്റന്നാൾ മുതൽ. കോഴിക്കോട് പാളയത്ത് സ്വകാര്യ വസ്ത്ര വ്യാപാരശാലയിൽ വൻ തീപിടുത്തം. തീകെടുത്താൻ ശ്രമം തുടരുന്നു. ICC T20 ലോകകപ്പിൽ നേപ്പാൾ സ്കോട്ട്ലൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.